പുറത്ത് ഒരാന കിണറ്റിൽ വീണു എന്നൊരു വാർത്ത കൂടി വരികയാണ്. മലപ്പുറം ഊർങ്ങാട്ടേരിയിൽ നിന്നാണ് അങ്ങനെ ഒരു വാർത്ത വരുന്നത്. അതും ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം ഒരു ജനവാസ മേഖലയിൽ കൂരങ്കല്ല് സണ്ണി എന്നയാളുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. വനം വകുപ്പും പോലീസും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഒരു സൈഡിൽ നമ്മളൊരു കാട്ടാനയെ കണ്ടെത്താനുള്ള വലിയ ദൗത്യം, ആ കാട്ടാനയെ കണ്ടെത്തി അതിന് ചികിത്സ നടത്താനുള്ള ദൗത്യമാണ് ഒരു സൈഡിൽ വളരെ ഊർജിതമായി നടക്കുന്നത്. അപ്പോഴാണ് ഇവിടെ മലപ്പുറത്ത് ഒരു കാട്ടാന ജനവാസ മേഖലയിലെ കിണറ്റിൽ വന്ന് കുടുങ്ങിക്കിടക്കുന്നത്. ഈ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നേരം വെളുത്തു തുടങ്ങി. അവിടെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടോ? ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നത്? ശ്രീജ, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ആന ഈ ജനവാസ മേഖലയിലെ കിണറ്റിൽ വീണിരിക്കുന്നത്. ആൾമറയില്ലാത്ത കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു കിണറാണ്. നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ താഴേക്ക് ആനയെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ആന കിടക്കുകയും ചെയ്യുന്നത്. കിണറ്റിനുള്ളിൽ കാര്യമായ വെള്ളമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. വേനലായതുകൊണ്ട് ഏതാണ്ട് കിണർ വറ്റി തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ JCB ഉപയോഗിച്ചുള്ള ശ്രമങ്ങളാവും ഉണ്ടാവുക എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൃഷിയിടമാണ്. ഈ കിണറിന്റെ ഒരു ഭാഗം JCB ഉപയോഗിച്ച് നിരപ്പാക്കിയാൽ അതിലെ ആനയ്ക്ക് സുഗമമായി പുറത്തേക്ക് നടന്നു തന്നെ കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും ആ ഒരു മാർഗം തന്നെയാണ് ഏറ്റവും കൃത്യമായി ഇവിടെ ചെയ്യാൻ കഴിയുക. പക്ഷേ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നേരിയ ഒരു എതിർപ്പ്, പ്രതിഷേധമൊക്കെ ഉയർത്തുന്നുണ്ട്. കാരണം ഈ ആനയെ പിടികൂടി അല്ലെങ്കിൽ ആനയെ സുഗമമായി കാട്ടിലേക്ക് നടന്നു കയറാൻ അനുവദിച്ചാൽ വീണ്ടും ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് ഈ ആന കടന്നു വരും എന്നൊരു ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി 5 മാസത്തിലധികമായി വലിയ വന്യമൃഗ ശല്യം, പ്രത്യേകിച്ചും കാട്ടാനകളുടെ ശല്യം നാട്ടുകാർ അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ഈ ആനയെ വീണ്ടും കാട്ടിലേക്ക് തന്നെ വിട്ടാൽ അവ വീണ്ടും ഈ സ്ഥലത്തേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. പ്രത്യേകിച്ചും ഈ ആനകൾ കൂട്ടമായി ഒരു ജനവാസ മേഖലയിൽ എത്തിയാൽ പിന്നീട് തുടർച്ചയായി ആ സ്ഥലത്തേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തിന്റെ പല ഇടങ്ങളിലും ദൃശ്യമാവുന്നത്. ഒപ്പം ഈ വേനൽക്കാലമായതുകൊണ്ട് കാട്ടിലെ വിഭവങ്ങൾ കുറയുന്നു, കാട്ടിലെ ജലസ്രോതസ്സുകൾ വറ്റി വരളുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് നാട്ടിലിറങ്ങിയാൽ സുഗമമായി വെള്ളവും മറ്റും കിട്ടുമെന്ന ഒരു സാഹചര്യം മനസ്സിലാക്കുമ്പോൾ ആ ആനകൾ വീണ്ടും ഇവിടേക്ക് വരും. അതുകൊണ്ട് ഈ ആനയെ പിടികൂടി കാട്ടിനുള്ളിലേക്ക് ഈ തിരിച്ചു വരാൻ പറ്റാത്ത ഇടമുള്ള മറ്റു മേഖലയിലേക്ക് അയക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വനംവകുപ്പ് മറ്റുമൊക്കെ ഇതിനോട് അത്ര അനുകൂലമായി ഈ ഘട്ടത്തിൽ സമീപനം സ്വീകരിച്ചിട്ടില്ല. കാരണം ഇത് വലിയ നാശനഷ്ടം വരുത്തുകയോ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങി ആളുകളുടെ ജീവന് അപകടം സൃഷ്ടിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഏലകൃഷിയൊക്കെ വ്യാപകമായി ഉള്ള സ്ഥലമാണ്. അവിടെ ഏലകൃഷിയും മറ്റും നശിച്ചതായി പലതവണ നാട്ടുകാർ വനംവകുപ്പിന് പരാതി നൽകുകയും ചെയ്തു. ഇന്നലെയും ഉണ്ടായത്, അതായത് ഈ ആന വീണ സമയത്ത് ഉണ്ടായതും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന എത്തി ഈ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വിളിച്ചു വരുത്തുകയായിരുന്നു. അത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്ന സമയത്താണ് ആനകൾ ഇവിടെ നിന്നും പുറത്തേക്ക് പോകാനുള്ള അല്ലെങ്കിൽ കാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു യാത്രക്കിടെ ഈ കിണറ്റിൽ വീഴുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ജനവാസ മേഖലകളിൽ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചും ഒക്കെയാണ് ആനകളെ തുരത്തിയിരുന്നത് എന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നു. എന്തായാലും അല്പസമയത്തിനകം ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ശ്രീജ. MS അനീഷ് കുമാറാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം ഊർങ്ങാട്ടേരിയിലെ ജനവാസ മേഖലയിൽ ഒരു കൃഷിയിടത്തിലെ കിണറ്റിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ കാട്ടാന വീണത്. ഇനി ഈ കാട്ടാന വലിയ ആഴമുള്ള കിണറല്ല, അതുകൊണ്ട് തന്നെ ആശങ്കകൾ കുറവാണ്. പക്ഷേ അതൊരു ശ്രമകരമായ ദൗത്യമാണ്. ആനയാണ് അതിനെ പുറത്തെത്തിക്കുക. അത് പരിഭ്രാന്തിയിലായിരിക്കും. ഇന്നലെ രാത്രി തൊട്ട് അത് കിണറ്റിനകത്താണുള്ളത്. അതുകൊണ്ട് ആ പരിഭ്രാന്തിയിൽ നിന്ന് അതിനെ പുറത്തേക്ക് എത്തിക്കുക എന്നത് അല്പം ശ്രമകരമായ ദൗത്യമാണെങ്കിൽ കൂടി ആശങ്കകൾ കുറവാണ്. അല്പസമയമെടുത്ത് തന്നെ ആ ദൗത്യത്തിലേക്ക് ആ ശ്രമം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം.